സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ രമ്യകം തുടരുന്നു. ഭാഗം 4. ഫ്രിഞ്ചി താനും ഐവിയും സന്ധിക്കാറുള്ള പതിവ് സ്ഥലങ്ങളിലൊക്കെ കാത്തുനിന്നു. അവൾ തന്നെ കാണാൻ എത്താതിരിക്കില്ല. പക്ഷേ ഫ്രിഞ്ചിയുടെ കാത്തുനിൽപ്പ് വൃഥാവിലായി. അതോടെ അവൻ്റെ കാർ പാഞ്ഞു തുടങ്ങി. ഐവിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ, നഗരത്തിലെ ലേഡീസ് ഹോസ്റ്റലുകളിലൊക്കെ. എങ്ങുമില്ല. അതോടെ ഫ്രിഞ്ചിക്കുണ്ടായിരുന്ന പ്രതീക്ഷ നഷ്ടമായി. ഇടയ്ക്കിടെ അവൻ ജോണിനെ വിളിച്ചു ചോദിച്ചു, ഐവി എത്തിയോ? ഇല്ല എന്ന മറുപടി. ഫ്രിഞ്ചി വല്ലാതെ പരിഭ്രമിച്ചു. ആദ്യത്തെ തളർച്ചയും പരിഭ്രമവും ഒട്ടൊക്കെ സഹിക്കാമെന്നായപ്പോൾ ജോണും ഇറങ്ങി. എത്തിപ്പെടാവുന്നതായി ഊഹിച്ചിരുന്ന എല്ലായിടവും ജോണിൻ്റെ കാർ കയറി ഇറങ്ങി. സന്ധ്യയാകും തോറും പരിഭ്രമം വല്ലാതെ ഏറി വന്നു. റീത്ത കരഞ്ഞു കരഞ്ഞ് ശബ്ദം നഷ്ടപ്പെട്ടു കിടന്നു. എൻ്റെ കുഞ്ഞ് എന്തേലും സാഹസം കാട്ടിയിരിക്കുമോ? അതാണ് അവരുടെ ഭയം. എല്ലാറ്റിനും കാരണം നിങ്ങളാണ്. ഇടയ്ക്കിടെ റീത്ത പിറുപിറുത്തു. സന്ധ്യ വന്നതോടെ ഫ്രിഞ്ചിയും ആകെ പരിഭ്രമിച്ചു. ഐവി എവിടെ പോയിരിക്കും? ജോൺ വീണ്ടും അവളുടെ മുറിയിൽ കയറി പരിശോധിച്ചു. ഒരു കാര്യം മനസ്സിലായി. ഐവിയുടെ ഒരു ബ്രീഫ് കേസും ഒരു എയർ ബാഗും ഇല്ല. അവളുടെ കുറേ ഡ്രസ്സുകളില്ല. പ്രിയപ്പെട്ട ഗിത്താറില്ല. ഒരാശ്വാസം തോന്നി. സാഹസം ഒന്നും ചെയ്യില്ല. കാരണം അതിനാണെങ്കിൽ കൂടെ ഡ്രസ്സുകളും മറ്റും കൊണ്ടുപോകേണ്ടതില്ല. പിന്നെ എവിടെ പോയിരിക്കും? ആ രാത്രിയും കാളരാത്രിയായിരുന്നു. പുലരാൻ വേണ്ടി നിന്നും ഇരുന്നും കാത്തു. പുലർച്ചെയായപ്പോൾ ജോൺ ഒരു നിഗമനത്തിലെത്തി. ഐവി എങ്ങോട്ടായിരിക്കും പോയിരിക്കുക എന്ന ഒരു ഊഹം. ശരിക്കും കാളരാത്രി തന്നെയായിരുന്നു ഫ്രിഞ്ചിക്കും. ഉറക്കം നിൽക്കുന്ന തടിച്ച കൺപോളകളുമായി മെല്ലെ എണീറ്റ് അവൻ നിൽക്കെ കേട്ടു ഫോൺ ബെല്ലടി. ഹലോ, ജോണാണ്. യെസ്. ഫ്രിഞ്ചിയാണെങ്കിൽ എന്തെങ്കിലും വിവരം? ഫ്രിഞ്ചിയുടെ ഹൃദയം വല്ലാതെ പിടച്ചു. ഒന്നുമില്ല, പക്ഷെ ഞാൻ ഊഹിക്കുന്നു. ജോണിൻ്റെ പതിഞ്ഞ സ്വരം. യെസ്, ഞാൻ പുറപ്പെടുകയാണ്. എന്നോടൊപ്പം വന്നാൽ അതുപകാരമായി. തീർച്ചയായും, ഞാൻ ഇതാ വരുന്നു. ഫ്രിഞ്ചി നിമിഷം കൊണ്ട് ഫ്രഷായി റെഡിയായി ചാടി ഇറങ്ങി. ജോൺ റെഡിയായി നിൽക്കുകയായിരുന്നു. ഫ്രിഞ്ചിയുടെ കാറിൽ തന്നെ ഇരുവരും യാത്ര തിരിച്ചു. ഫ്രിഞ്ചിയെപ്പോലെ ഒരാളുടെ കൂട്ട്, അതും ഈ സമയത്ത്, എനിക്കൊരു അനുഗ്രഹമായി. ജോൺ പറഞ്ഞു. നമ്മൾ എങ്ങോട്ടാണ്? ഫ്രിഞ്ചിക്ക് അറിയേണ്ടത് അതാണ്. കോണാട്ടുകരയ്ക്ക്, ജോൺ പറഞ്ഞു. കോണാട്ടുകര? ഫ്രിഞ്ചി എടുത്തു ചോദിച്ചു. യെസ്, അവിടെയാണ് ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്നത്. ഞങ്ങളുടെ തറവാട്ടുകാർ ഇപ്പോഴും അവിടെയുണ്ട്. ഐവിയുടെ വീടും അവിടെയാ? ഫ്രിഞ്ചി ഒന്ന് നിർത്തി. യെസ്, അവിടെ തന്നെയാണ്. ഇപ്പോൾ അതുണ്ടോ എന്നറിയില്ല. അതാരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടാകും. ഐവി അവിടെ പോയതായിരിക്കാം എന്നാണ് എൻ്റെ ഊഹം. അതായിരിക്കാം അങ്കിൾ സംഭവിച്ചിരിക്കുക. ഫാദറും വീടും ഒക്കെ വേറെയാണെന്നറിഞ്ഞപ്പോൾ കാണാൻ തോന്നിക്കാണും. ഫ്രിഞ്ചി സമാശ്വസിപ്പിക്കാൻ നോക്കി. ജോൺ മൂളി. നൊന്തുപെറ്റ ഒരുവളേക്കാൾ 10 ഇരട്ടി റീത്ത അവളെ സ്നേഹിച്ചു. ജീവൻ കൊടുത്ത് സ്നേഹിച്ചു. എന്നിട്ടും അതാരുടെയും കുറ്റമല്ലെങ്കിൽ, ഞാനും അങ്കിളും എന്നല്ല, ആരായാലും പെട്ടെന്ന് ഇത്രയൊക്കെ ചെയ്തു പോകും. പോരെങ്കിൽ അങ്കിൾ അവളുടെ ഫാദറിനെ. ഫ്രിഞ്ചി നിർത്തി. ജോൺ തലയൊന്ന് കുടഞ്ഞു. കാർ ഓടിക്കൊണ്ടേയിരുന്നു. കാറിനുള്ളിൽ നിശബ്ദത നിറഞ്ഞു. ഇരുവരും അവരുടേതായ മനോവ്യാപാരത്തിൽ മുഴുകിയിരുന്നു. 1.5 മണിക്കൂർ ആ കാർ ഓടി, നല്ല സ്പീഡിൽ തന്നെ. പിന്നെ ജോൺ വഴി നയിച്ചു. മെയിൻ റോഡ് വിട്ട് ഇടറോഡിലേക്ക് കടന്നു. മാറ്റങ്ങൾ പലതുണ്ട്. കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ. 2 വർഷം മുമ്പ് ഇതുവഴി ഒന്ന് വന്നു. തറവാട്ടിലൊരു മരണം നടന്നു. മനഃപൂർവ്വം ഐവിയെ അന്ന് കൊണ്ടുവന്നില്ല. ഇടറോഡിലൂടെ 5 മിനിറ്റ് പോയപ്പോൾ കണ്ടു പള്ളി. തൻ്റെ പേടി സ്വപ്നം. ഒരു നടുക്കത്തോടെ അങ്ങോട്ട് നോക്കി. തൊട്ടപ്പുറത്തെ വളപ്പാണ് സെമിത്തേരി. ഒരു രാത്രിയിൽ താനും ഫെർണാണ്ടസും കൂടി ആ സെമിത്തേരിയിൽ കടന്നത്. എന്നേക്കുമായി എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിട്ട് ഇതാ ഇന്നും പിന്തുടരുന്നു ആ കണ്ണുകൾ. ചെറിയാൻ്റെ കണ്ണുകളും ചോരയിൽ പിടഞ്ഞ ശരീരവും. അടുത്തോ അങ്കിൾ? ഫ്രിഞ്ചിയുടെ സ്വരം. ഓ, അടുത്തു. ആ വളവിനപ്പുറം. ജോൺ മുമ്പോട്ട് നോക്കി. വളവ് കഴിഞ്ഞു. അപ്പുറത്തെ തിരിവിൽ ആ ചായക്കട, കൃഷ്ണൻ നായരുടെ. പണ്ടത് ഓലഷെഡായിരുന്നു. അതേ സ്ഥാനത്ത് ഇന്ന് കോൺക്രീറ്റ് കെട്ടിടം. വലിയ ഹോട്ടലായിരിക്കുന്നു. പേര് പഴയതു തന്നെ. കൃഷ്ണൻ നായേഴ്സ് ഹോട്ടൽ ആൻഡ് ചായ ഷോപ്പ്. ചായക്കടയിൽ നിന്ന് 1 ഫർലോങ് അകലെ വഴിയരികിൽ ഒരു ചെറിയ വീടിന് മുമ്പിൽ വണ്ടി നിന്നു. വെള്ള തേക്കാത്ത മൺചുവരായിരുന്നു പണ്ട്. ഇന്നത് വെള്ള വിരിച്ചിരിക്കുന്നു. മുറ്റം ചെത്തി മിനുക്കിയിട്ടിരിക്കുന്നു. ലേശം നന്നാക്കിയിട്ടുമുണ്ട് ചെറിയാൻ്റെ വീട്. ഇന്നവിടെ ആരായിരിക്കും താമസിക്കുന്നത്? തോമസ് ആയിരിക്കും, ചെറിയാൻ്റെ അനുജൻ. ചെറിയാനും ഭാര്യയും മരിച്ചു. മകൾ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. വരുമെന്ന് പ്രതീക്ഷയുമില്ല. പിന്നെ വീട് കയ്യേറുന്നതിൽ എന്താ തെറ്റ്? ഫ്രിഞ്ചിയെയും കൂട്ടി ജോൺ ഇറങ്ങി വീടിൻ്റെ വാതിൽക്കലെത്തി. അടഞ്ഞുകിടക്കുന്ന വാതിൽക്കൽ മുട്ടുമ്പോൾ കയ്യും നെഞ്ചും വിറച്ചു. പിതാവേ, എൻ്റെ മോൾ ഇവിടെ ഉണ്ടായിരിക്കണേ. മനസ്സ് പ്രാർത്ഥനാനിരതമായി. വാതിൽ തുറക്കപ്പെട്ടു. ഒരു സ്ത്രീയാണ്, മധ്യവയസ്ക.
എങ്ങനെയാണ് തുടങ്ങുക? എന്താണ് ചോദിക്കുക? ഇവിടെ തോമസ് ആണോ താമസിക്കുന്നതെന്നോ? വഴിയിൽ കിടക്കുന്ന കാറും മുറ്റത്ത് നിൽക്കുന്നവരുടെ പ്രൗഢിയും കണ്ടപ്പോൾ വാതിൽ തുറന്ന ത്രേസ്യാമ്മയുടെ മുഖത്ത് അമ്പരപ്പും ഭവ്യതയും. ആരാ? അങ്ങേര് ഇവിടെ ഇല്ലല്ലോ. തോമസ്. സംശയിച്ച് ജോൺ ചുണ്ടനക്കി. അങ്ങേര് ജോലിക്ക് പോയല്ലോ. കുട്ടികൾ? ചെറുക്കൻ കവലയിലെങ്ങാനും കാണും. പെണ്ണ് സ്കൂളിൽ പോയി. എന്താ സാറേ, ഇവിടെ മറ്റാരുമില്ലേ? ജോൺ എത്തി വലിഞ്ഞു നോക്കി. ആരാ? വേറെ ആരാ? എന്താ സാറന്മാർക്ക് വേണ്ടത്? അവരുടെ നെറ്റി ചുളിഞ്ഞു. അല്ല, നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുകയായിരുന്നു. ജോൺ പരിങ്ങലിലായി, വിഷമത്തിലായി. ഒറ്റയ്ക്കാണെങ്കിൽ? അവരുടെ മുഖത്താകെ നീരസം വളരുന്നതറിഞ്ഞു. ജോണിനും മനസ്സിലായി തുടക്കം പിഴച്ചു എന്ന്. മാത്രമല്ല, ഐവി ഇവിടെ എത്തിയിട്ടില്ല എന്നും. എത്തിയിരുന്നുവെങ്കിൽ അവരെത്ര ശ്രമിച്ചാലും ആ മുഖത്തു നിന്നും അത് മനസ്സിലാക്കാൻ ജോൺ എന്ന ജഡ്ജിക്ക് കഴിയുമായിരുന്നു. വല്ലാത്തൊരു പിടച്ചിലോടെ ഫ്രിഞ്ചിയും അറിഞ്ഞു. ഐവി ഇവിടെയുമില്ല. ഐവി ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ എവിടെ പോയി? പുലരും മുമ്പ് വീട് വിട്ടു പോയവൾ പകൽ എവിടെയെങ്കിലും കറങ്ങി നടന്നു എന്ന് കരുതാം. ഇന്നലെ രാത്രിയിലോ? ഫ്രിഞ്ചി ആകെ വിഷമിച്ചു. ജോൺ വിയർത്തു കുളിച്ചുപോയി. ഇരുവരും കാറിൽ തിരികെ കയറി. അങ്കിൾ, ഫ്രിഞ്ചി ഭീതിയോടെ വിളിച്ചു. ജോണിന് ശബ്ദമേയില്ല. ഇനി ഫ്രിഞ്ചിക്ക് ശ്വാസം മുട്ടുകയാണ്. ജോൺ കൈക്കൊടുന്നയിൽ മുഖം താങ്ങിയിരുന്നു. ഐവിക്ക് എന്തെങ്കിലും ആപത്ത്? ഫ്രിഞ്ചി സ്വയം പറഞ്ഞു. ജോൺ നടുങ്ങുന്നത് ഫ്രിഞ്ചി കണ്ടു. അങ്കിൾ, നമുക്ക് പത്രത്തിൽ പരസ്യം കൊടുക്കാം, ടിവിയിലും, പിന്നെ പോലീസിൽ വിവരമറിയിക്കാം. ജോൺ മുഖമുയർത്തി. എന്തെങ്കിലും ആപത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നിഷ്ക്രിയരായിരുന്നാലോ? ജോണിന് ഒരു മറുപടി പോലും പറയാനാവുന്നില്ല. അങ്കിൾ, പേരുദോഷം വരുന്നതാണെങ്കിലും സാരമില്ല, കയ്യേൽക്കാൻ ഞാനുണ്ടല്ലോ. ആ ഞാനല്ലേ പറയുന്നത്. എനിക്കറിയില്ല ഫ്രിഞ്ചി, എന്താ ചെയ്യേണ്ടതെന്ന്. ഒക്കെ താൻ തന്നെ ചെയ്യൂ. ജോണിൻ്റെ സ്വരം വല്ലാതെ ഇടറിയിരുന്നു. ഒരു സെഷൻസ് ജഡ്ജിക്ക് ഇത്രയൊക്കെ ഉള്ളോ ധൈര്യം, ചിന്താശക്തി? പാവം, ഈ മനുഷ്യൻ ഐവിയെ എത്രമാത്രം സ്നേഹിക്കുന്നു. പക്ഷേ എത്രമാത്രം സ്നേഹിച്ചാലും ഐവിക്കത് പൊറുക്കാൻ കഴിയുമോ? അമ്മയെ വ്യഭിചരിക്കാൻ ചെന്നപ്പോൾ തടയാൻ ചെന്ന അപ്പനെ കൊന്നു കുഴിച്ചു മൂടിയ ഒരാൾ എത്രയായാലും കശ്മലനും ക്രൂരനും വെറുക്കപ്പെടേണ്ടവനുമാണ്. പിന്നെ ഇത്രയും നാൾ പോറ്റി വളർത്തിയെന്നോ? അതൊരു കടപ്പാട് സൃഷ്ടിക്കുമോ? ഇല്ല, ഐവിയുടെ ഭാഗത്ത് തെറ്റില്ല. പക്ഷേ അവൾ പോയപ്പോൾ തന്നെ ഒന്ന് അറിയിക്കാമായിരുന്നു, വിളിക്കാമായിരുന്നു. തൻ്റെ ഡാഡി എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് അവൾ ജീവനാണെന്നും അറിയില്ലേ? എന്നിട്ടും അവൾ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. അല്ലെങ്കിൽ അവളെ എന്തിനു കുറ്റപ്പെടുത്തണം? സൗഭാഗ്യങ്ങളുടെ കൊടുമുടിയിൽ വിഹരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്നറിയുക അത് അഴുക്കുകൂമ്പാരങ്ങളാണെന്ന്. വെറുപ്പും അറപ്പും തോന്നും. അപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് എങ്ങോട്ടാ പോവുകയെന്ന് പോലും ബോധമുണ്ടാവില്ല. പോയി ഒരുപക്ഷെ ചിന്തിച്ചാൽ ഐവി അത്ര കൊച്ചു മനസ്സിൻ്റെ ഉടമയല്ല. ആപത്തിൽ വീഴാനും ഇടയില്ല. അവൾക്കവളെ സൂക്ഷിക്കാനറിയാം. തൻ്റെ അടുത്തുപോലും എത്ര കരുതലോടെയായിരുന്നു പെരുമാറിയിട്ടുള്ളത്. പുറത്തിറങ്ങി സഞ്ചരിക്കാനും മനുഷ്യരോട് നന്നായി പെരുമാറാനും അറിയാം. അത്തരം ഒരു ഹൈ സൊസൈറ്റിയിലായിരുന്നല്ലോ അവളുടെ വളർച്ചയും സമ്പർക്കവും. പിന്നെ എന്തിനു ഭയപ്പെടണം? എന്നാലും സമാധാനിക്കാനാവുന്നില്ല. നമുക്കിവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ഒന്ന് ബന്ധപ്പെട്ടാലോ? ഫ്രിഞ്ചി ചോദിച്ചു. ജോൺ മുഖമുയർത്തി. അത് വേണോ? വേണം. ഉറച്ചതായിരുന്നു ഫ്രിഞ്ചിയുടെ സ്വരം. ജോൺ മൂളി. അല്ലെങ്കിലും ആരെങ്കിലും പറയുന്ന നിർദ്ദേശം അനുസരിക്കാനേ തനിക്കിപ്പോൾ കഴിയൂ എന്ന് ജോണിനും തോന്നി. സ്വന്തം ഇച്ഛാശക്തിയും ചിന്താശക്തിയും ഒക്കെ നശിച്ചിരിക്കുന്നു. കാർ നേരെ കോണാട്ടുകര പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നു. കാറിൽ നിന്ന് ഇറങ്ങി മെല്ലെ നടന്നു ചെല്ലുന്ന ജോണിനെ കണ്ടതും എസ് ഐ ചന്ദ്രമോഹൻ ചാടി എണീറ്റ് നിന്നു. വരണം സാർ, വരണം. ഭവ്യതയോടെയുള്ള സ്വീകരണം. പരിചയം ജോണിന് ഓർമ്മ വന്നു. താൻ ഇപ്പോഴിരിക്കുന്ന കോടതിക്കടുത്ത പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയിരുന്ന ഈ ചെറുപ്പക്കാരൻ കഴിഞ്ഞ വർഷം ട്രാൻസ്ഫർ ആയി പോന്നു. ചന്ദ്രമോഹൻ പറഞ്ഞു. സാർ ഇവിടെ എന്താ വിശേഷിച്ച്? ചന്ദ്രമോഹൻ ചോദിച്ചു. സാർ വല്ലാണ്ടിരിക്കുന്നുവല്ലോ. എൻ്റെ മോൾ മിസ്സിംഗ് ആയിരിക്കുന്നു. ജോണിൻ്റെ പതറിയ സ്വരം. മിസ്സിംഗ്? ചന്ദ്രമോഹൻ അമ്പരപ്പോടെ ചോദിച്ചു. ചെറിയ ഒരു പ്രശ്നമുണ്ടായി. ഫ്രിഞ്ചി ഇടയിൽ കടന്നു. ഐവി വല്ലാതെ സെൻറ്റിമെൻ്റലാണ്. ഇന്നലെ പുലർച്ചെ മുതൽ കാണാനില്ല. താങ്കൾ? ചന്ദ്രമോഹൻ ഫ്രിഞ്ചിയെ ശ്രദ്ധിച്ചു. ഫ്രിഞ്ചി ഒന്ന് പരിങ്ങി. ജോൺ പറഞ്ഞു. മിസ്റ്റർ ചന്ദ്രമോഹൻ അറിയും. DYSP ഫെർണാണ്ടസിൻ്റെ മകനാണ്. ഐ സി. ചന്ദ്രമോഹൻ മെല്ലെ ചോദിച്ചു. പ്രശ്നം അപ്പോൾ ഇവർ തമ്മിലായിരുന്നോ? അതെ അതെ, ഫ്രിഞ്ചി ഇടയിൽ കടന്നു പറഞ്ഞപ്പോൾ ജോൺ ആശ്വസിച്ചു. പക്ഷേ സാർ, ഈ സ്റ്റേഷനിൽ വന്ന് പറയാൻ കാരണം ജോൺ തപ്പിത്തടഞ്ഞു. മോൾ ഈ കോണാട്ടുകരയിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയിച്ചു. ഇവിടെ എന്തിനു വരണം? അത് ഞങ്ങൾ പണ്ടിവിടെ താമസിച്ചിരുന്നതാണ്. പിണങ്ങിയിറങ്ങുമ്പോൾ പോലും ലക്ഷ്യം ഏതാണെന്ന് പോകുന്നവർക്കല്ലേ അറിയൂ. ഞങ്ങൾ ഇരുവരും ഇന്നലെ അന്വേഷിച്ചു, ഒരു വിവരവുമില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. ഈ പ്രദേശത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ വിവരം അറിയിക്കണമെന്ന് പറയാനാണ് ഇവിടെ കയറിയത്.
ജോൺ പോക്കറ്റിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് കാട്ടി. ഐവി ഗിത്താർ വായിച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു ഫോട്ടോ ആയിരുന്നു അത്. ഹൗ നൈസ് ഗേൾ, ചന്ദ്രമോഹൻ മനസ്സിൽ പറഞ്ഞു. സർ, ഒരു പരാതി കൂടി എഴുതിക്കോളൂ. ജോൺ ഒരു പരാതി എഴുതി കൊടുത്തു. അവിടുത്തെ സ്റ്റേഷനിൽ വിവരം പറഞ്ഞോ? ഇല്ല, തിരിച്ചു പോകും വഴി പരാതി കൊടുക്കണം. ഓക്കെ സാർ, ചന്ദ്രമോഹൻ പറഞ്ഞു. ഞാൻ ശ്രമിക്കാം, അന്വേഷിക്കാം. ജോൺ എണീറ്റു, ഫ്രിഞ്ചിയും. ഇരുവരും പുറത്തേക്ക് കടന്നു. പോരുമ്പോഴും കണ്ടു പള്ളിയും ആ സിമിത്തേരിയും. തിരികെ എത്തിയ വഴിക്ക് തന്നെ സ്ഥലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഫോട്ടോയും. ദ്രുതഗതിയിൽ മെസ്സേജ് നാലുപാടും പാഞ്ഞു. SIയും പാർട്ടിയും ഐവി വില്ലയിലെത്തി. റീത്തയെയും ജോലിക്കാരിയെയും വിശദമായി ചോദ്യം ചെയ്തു. ജോണിനോട് കാര്യങ്ങൾ ചോദിച്ച് വിശദമാക്കി. റീത്ത ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കണ്ടാൽ മതി, ഒന്നുകൂടെ കണ്ടാൽ മതി. റീത്ത അത് തന്നെ പറഞ്ഞു കരഞ്ഞു. കഴിയുന്നത്ര എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചായിരുന്നു അന്വേഷണങ്ങൾ. ജോൺ പണം വാരിയിട്ടു. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഐവിയെ തിരികെ കിട്ടണം, അതായിരുന്നു ആവശ്യം. പിറ്റേന്ന് ജോൺ കോണാട്ടുകരയിലെത്തി. തോമസിൻ്റെ വീട്ടുപടിക്കിലൂടെ പലതവണ കാർ വിട്ടു. ആ സ്ഥലത്തിൻ്റെ മുക്കിലും മൂലയിലുമായി വെറുതെ കാർ ഓടിച്ചു കഴിഞ്ഞു. ഐവിയുടെ നിഴലെങ്കിലും കാണുമെന്ന പ്രതീക്ഷ. എന്തുകൊണ്ടോ മനം പറയുന്നു അവൾ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന്. പിന്നെയും ഓരോ ദിവസവും ജോൺ അവിടെ എത്തി. ഓരോ ദിവസവും അവിടെ തങ്ങി അന്വേഷിച്ചു. ഒരാഴ്ച കഴിഞ്ഞു. ഐവിയെ കണ്ടില്ല, ഒരു വിവരവുമില്ല. ഓരോ ദിവസവും റീത്ത കരച്ചിലോടെ ജോണിനെ സ്വീകരിച്ചു. പെട്ടെന്ന് അവർക്ക് ഇരുവർക്കും വാർദ്ധക്യം വന്നു. തീരെ വയസ്സായി, അവശരായി, ജീവിതം മടുത്തവരായി, ആരുമില്ലാത്തവരായി, ആർക്കും വേണ്ടാത്തവരായി. ജോൺ കോടതിയിലേക്ക് പോയതേയില്ല. ദീർഘമായി അവധിയെടുത്തു. വല്ലാത്ത അവശത, ക്ഷീണം. അല്ലെങ്കിലും ഇനി എന്തിനു ജോലി ചെയ്യണം? ആർക്കു വേണ്ടി? അവരുടെ കണ്ണുകളിൽ, മനസ്സിൽ, ജീവിതചര്യകളിൽ ഒക്കെ ഓരോ അണുവിലും ഐവി എന്ന മകൾ നിറഞ്ഞു നിന്നു. പിതാവേ, ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് തിരികെ തരയണമേ, ഓരോ നിമിഷവും പ്രാർത്ഥിച്ചു. ഫ്രിഞ്ചി ആ വീട്ടിലെ നിത്യ സന്ദർശകനായി. മകൾ നഷ്ടപ്പെട്ടതിന് പകരം ഒരു മകനായി ഫ്രിഞ്ചി അവർക്ക് മുമ്പിൽ നിന്നു. ആശ്വാസത്തിനായി, സഹായത്തിനായി. ഐവിക്ക് എന്ത് സംഭവിച്ചു? ഫ്രിഞ്ചിക്കും ഒടുവിൽ വല്ലാത്ത ഉത്കണ്ഠയായി. ഒരാഴ്ചയായിട്ടും ഒരു വിവരവുമില്ലാതെ ഇത്ര രഹസ്യമായി അവൾ എവിടെ ഒളിച്ചിരിക്കുന്നു? അതോ ഇനി എന്തെങ്കിലും സംഭവിച്ചോ? ഓ ഗോഡ്! ഫ്രിഞ്ചി ആകെ വിറച്ചു പോകും ആ ഓർമ്മയിൽ. അവളെ നഷ്ടപ്പെട്ടപ്പോഴാണ് താൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നറിയുന്നതും. ഐവി, പ്രിയപ്പെട്ടവളെ, നീ എവിടെയാണ്? ഒരു കത്തെങ്കിലും, ഒരു കോളെങ്കിലും. ഫ്രിഞ്ചി ഓരോ നിമിഷവും അത് പ്രതീക്ഷിച്ചു. ഓരോ നിമിഷവും. മകൻ്റെ പ്രതീക്ഷയും സങ്കടവും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഫെർണാണ്ടസ് മനസ്സിലാക്കി. ജോണിനോട് പ്രതികാരവും വല്ലാത്ത പകയും ഉണ്ടായിരുന്നു. അവനെ ഇത്തിരി വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് ഉള്ളിൽ തീരുമാനിച്ചിരുന്നു. മകൻ ദുഃഖിക്കുമ്പോഴുള്ള ദുഃഖം അതെത്ര വലുതാണ്, അതവൻ അറിയണം. അത്രയുമേ കരുതിയുള്ളൂ. പക്ഷേ ഇപ്പോൾ അവൻ അനുഭവിക്കുന്നതോ ശരിക്കും തൻ്റെ തുല്യ ദുഃഖം. മക്കൾ നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖം തന്നെ. സന്തോഷിക്കേണ്ടതാണ്. 4-5 വർഷമായി ഉള്ളിൽ ആളിപ്പടർത്തിയിരുന്ന പക മുഴുവൻ തീർന്നതിൻ്റെ സന്തോഷം. ആർത്തു ചിരിക്കാം, പക്ഷെ കഴിയുന്നില്ല. കാരണം ഊണും ഉറക്കവുമില്ലാതെ നനഞ്ഞ മിഴികളും ഉഴറുന്ന മനസ്സുമായി ഫ്രിഞ്ചി തളർന്നു കഴിയുന്നു. എങ്ങനെ സന്തോഷിക്കും? തൻ്റെ സന്തോഷം അവന് കണ്ണീരായി പരിണമിച്ചാൽ അതെങ്ങനെ പകവീട്ടിലാകും? ആ പകവീട്ടലിന് ത്രില്ലുണ്ടോ? ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. താൻ പറഞ്ഞതൊക്കെ ആ പെണ്ണ് ഒളിഞ്ഞു കേട്ടു. എടുത്തു ചാടി എങ്ങോട്ടോ പോയിരിക്കുന്നു. മകന് വേണ്ടിയെങ്കിലും പ്രവർത്തിച്ചേ മതിയാകൂ. അവൻ്റെ ആഹ്ലാദം മാത്രമാണല്ലോ തൻ്റെ ലക്ഷ്യം. താൻ സമ്മതിച്ചില്ലെങ്കിലും അവർ ഒന്നാകട്ടെ, ഒരുമിക്കട്ടെ. മകൻ്റെ സന്തോഷം ഒരച്ഛൻ വെട്ടിമുറിക്കാൻ പാടില്ല. സിവിൽ ഡ്രസ്സിൽ ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി ഫെർണാണ്ടസ് ഹാളിലേക്ക് എത്തിയപ്പോഴാണ് കണ്ടത് ഫോണിനെടുത്ത് തപസ്സിരിക്കുന്ന മകനെ. ഒരു നിമിഷം നിന്നു. ഫ്രിഞ്ചി! മകൻ ഞെട്ടി ഉണർന്നു. എന്താ ഡാഡി? അത് എന്തിനാണ് വിളിച്ചതെന്നോ എന്താണ് പറയേണ്ടതെന്നോ ഫെർണാണ്ടസിന് അറിയില്ല. ഐവി പോയിട്ട് ഒന്ന് അന്വേഷിക്കണം എന്ന് ഈ സമയം വരെ മകൻ തന്നോട് പറഞ്ഞിട്ടില്ലെന്ന് ഓർത്തു. മകൻ വാശിക്കാരനാണ്, തൻ്റെ മകൻ തന്നെ. നീ കടയിൽ പോകുന്നില്ലേ? ഫ്രിഞ്ചിയുടെ കണ്ണുകളിൽ നനവ്. ഒരാഴ്ചയായല്ലോ കട തുറന്നിട്ട്. അവൻ മിണ്ടിയില്ല. എന്താ നീയൊന്നും മിണ്ടാത്തത്? പോകാൻ വയ്യ ഡാഡി, കട തുറക്കാൻ തോന്നുന്നില്ല, അവൻ പതിയെ പറഞ്ഞു. എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഡാഡിക്ക് അറിയാവുന്നതുകൊണ്ട്. യേസ്, അറിയാം. അതുകൊണ്ട് തന്നെ നീ കടയിൽ പോകണം. അവൻ തുറിച്ചു നോക്കി. ഞാനൊരു DYSP ആണ്. നീയോ? അവളുടെ ഫാദറോ എന്നോട് ആവശ്യപ്പെട്ടില്ല. പക്ഷേ സ്റ്റേഷനിൽ പരാതി ഉണ്ടല്ലോ. ഞാൻ സുപ്പീരിയർ ഓഫീസറും. അന്വേഷണം ഞാനും വിപുലപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രിഞ്ചി അവിശ്വസനീയതയോടെ നോക്കി.
ജീവിച്ചിരുന്നാൽ ജീവനോടെ, മരിച്ചിട്ടുണ്ടെങ്കിൽ ശവം. രണ്ടിലൊന്ന് 3 ദിവസത്തിനുള്ളിൽ ഈ ഫെർണാണ്ടസ് നിന്റെ മുമ്പിൽ തരും. ഫ്രിഞ്ചിയുടെ കണ്ണുകൾ തിളങ്ങി. അതുകൊണ്ട് ഈ തപസ് നിർത്തണം. നിന്റെ ഡ്യൂട്ടി നീ ചെയ്യണം. ജീവനോടെയോ അല്ലാതെയോ എങ്ങനെ അവളെ കിട്ടിയാലും നീ കടമുടക്കി നഷ്ടം വരുത്തുന്നതിന് ഒരർത്ഥവുമില്ല. കടയിൽ പോകണം. ഡാഡി, അത് എന്തെങ്കിലും വിവരം കിട്ടിയിട്ട്, ഫ്രിഞ്ചി പറഞ്ഞു. നോ, പോരാ. ഇപ്പോൾ തന്നെ നീ പോകണം. കട തുറക്കണം നീ, ഫെർണാണ്ടസ് ഗൗരവത്തിൽ പറഞ്ഞു, താക്കീത് പോലെ. ഡാഡി, ഫ്രിഞ്ചി തലകുലുക്കി. ഫെർണാണ്ടസ് ഹാളിൽ നിന്നും പോർച്ചിലേക്ക് ഇറങ്ങി. ഡ്രൈവർ ജീപ്പുമായി കാത്തു നിന്നിരുന്നു. ആ ജീപ്പ് മെല്ലെ ഗേറ്റ് കടന്നു. പിന്നെ സ്പീഡിൽ പാഞ്ഞു പോയി. കോണാട്ടുകര പോലീസ് സ്റ്റേഷന് മുന്നിൽ ജീപ്പ് നിർത്തിയിട്ട് ഡിവൈഎസ്പി ഫെർണാണ്ടസ് അകത്തേക്ക് ചെന്നു. അദ്ദേഹത്തെ അറിയുമായിരുന്ന SI ചന്ദ്രമോഹനും കോൺസ്റ്റബിൾമാരും അമ്പരന്നുപോയി. ധൃതിയിൽ സല്യൂട്ട് ചെയ്തു. ഇരിപ്പിടം നൽകി. സർ, ആജ്ഞയ്ക്കായി ചന്ദ്രമോഹൻ കാത്തുനിന്നു. ഒരു പെൺകുട്ടിയെ മിസ്സിംഗ് ആയ വിവരം? ഫെർണാണ്ടസ് ചന്ദ്രമോഹനെ ഒന്ന് നോക്കി. IV ജോൺ ഫ്രാൻസിസ് അല്ലേ സാർ? സാറിൻ്റെ മകനും ജഡ്ജി സാറും കൂടി അന്ന് വന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞങ്ങളൊക്കെ തിരയുന്നു. ഒരു വിവരവുമില്ല സാർ. മാത്രമല്ല, പത്രത്തിലും TV-യിലും ഒക്കെ ഫോട്ടോയും വിവരങ്ങളും വന്നല്ലോ. ആളെ ഞങ്ങൾ മൊത്തം തിരയുന്നുണ്ട്, ചന്ദ്രമോഹൻ ഉത്സാഹത്തോടെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഊഹം പോലെ തന്നെ ജോണിനും ഊഹമുണ്ട്. IV അവളുടെ അപ്പൻ്റെ നാട്ടിലേക്ക് പോന്നിട്ടുണ്ടാകുമെന്ന്. ഒരുപക്ഷെ ഇടിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അവളുടെ വീട്ടിലല്ലാതെ മറ്റെവിടെ വന്ന് താമസിക്കാനാണ്? ഓ, തൻ്റെ മകനെയും കൂട്ടിയാണോ അവനിവിടെ വന്നത്? താനതറിഞ്ഞു എന്ന് ഭാവിക്കേണ്ട, അതാണ് നല്ലത്. IV അവളുടെ അക്കൗണ്ടിൽ നിന്ന് 1.5 ലക്ഷം രൂപ അവൾ പോയ അന്ന് തന്നെ പിൻവലിച്ചിട്ടുണ്ട്. അത്രയും പണം കൂടെ കൊണ്ട് നടക്കും എന്ന് കരുതണ്ട. ഇവിടെയുള്ള എല്ലാ ബാങ്കുകളിലും ഒരു ശ്രദ്ധ വേണം, ഫെർണാണ്ടസ് പറഞ്ഞു. എന്താ സാർ ഇവിടെ മാത്രം ലക്ഷ്യം വെച്ച് ഈ അന്വേഷണം? ഇങ്ങോട്ട് വന്നിരിക്കും എന്ന് തീർച്ച പറയാൻ കാരണം? SI സംശയം ചോദിച്ചു. ഒരു ഊഹം. ആ കുട്ടിയുടെ കുട്ടിക്കാലം ഇവിടെയായിരുന്നു. ജഡ്ജി ഇവിടെ കുറേ കാലം താമസിച്ചിരുന്നു. അത്രയേ ഉള്ളൂ കാരണം. ഫെർണാണ്ടസ് സത്യം പറയാൻ ശ്രമിച്ചില്ല. സാറിൻ്റെ മോനായിരുന്നു ഏറെ വിഷമം. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതല്ലേ? ഫെർണാണ്ടസ് വല്ലാതായി. ഒരു നിസ്സാര പ്രശ്നം തമ്മിലുണ്ടായാൽ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യാമോ? സാറിൻ്റെ മോൻ അതാണ് വിഷമവും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് കാരണം പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ. ഇരുവരും കൂടി കാര്യങ്ങളുടെ കിടപ്പ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലേ? തൻ്റെ മോനും അവളും തമ്മിൽ പിശകി പിണങ്ങി ഇറങ്ങി. കൊള്ളാം, ജഡ്ജി അല്ലെങ്കിലും അപാര ബുദ്ധിമാനാണ്. കയർക്കുരുക്ക് കഴുത്തിൽ വീഴാതെ നോക്കണമല്ലോ. ഫെർണാണ്ടസ് പുഞ്ചിരിച്ചു. എന്തായാലും അന്വേഷണം നടത്തണം, ഊർജിതമായി. എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ആദ്യം അറിയുന്നത് ഞാനായിരിക്കണം. യെസ് സാർ. വിവരം അതീവ രഹസ്യമായിരിക്കണം. എന്നെ ആദ്യം അറിയിക്കുകയും വേണം. ഫെർണാണ്ടസ് ഇത്തിരി കൂടി ഊന്നി പറഞ്ഞു. യെസ് സാർ, ചന്ദ്രമോഹൻ ആവർത്തിച്ചു. ഫെർണാണ്ടസ് ഇറങ്ങി. ജീപ്പ് തിരിച്ച് അദ്ദേഹം കോണാട്ടുകരയിലൂടെ പോകാൻ ഡ്രൈവറോട് നിർദ്ദേശിച്ചു. വഴി പറഞ്ഞു കൊടുത്തു. അദ്ദേഹവും ആ പള്ളി കണ്ടു, സിംതേരി കണ്ടു. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ കണ്ടു വഴിയരികിലെ ആ വീട്. വെള്ളയടിച്ച അറ്റകുറ്റപ്പണികൾ തീർത്ത ചെറിയ വീട്. ഒരിക്കൽ IV എന്ന ചെറിയ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരുന്ന സ്ഥലം ശ്രദ്ധിച്ചു. അവിടം തിട്ടയായി ഉയർത്തിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ആരായിരിക്കും താമസിക്കുക? ചെറിയാൻ്റെ അനുജനായിരിക്കും. വീണ്ടും മുന്നോട്ടു പോയി. ഒരിക്കൽ ജോണും റീത്തയും താമസിച്ചിരുന്ന വീടും കണ്ടു. ജോണിൻ്റെ തറവാട് കണ്ടു. താനൊരിക്കൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടും കണ്ടു. ഓർമ്മകൾ വല്ലാതെ വിങ്ങിക്കയറി. താനും ക്ലാരയും ഫെബിയും ഫ്രിഞ്ചിയും. അകതാരിൽ കിലുങ്ങുന്ന ചില്ലി കഷ്ണങ്ങൾ. അവ വല്ലാതെ പോറലുണ്ടാക്കുന്നു. ഫെബിയും ക്ലാരയും. ദുഷ്ടൻ നീതിമാനാണ് പോലും. ഒരു കൊല ചെയ്യാം, പക്ഷെ ഇത്തിരി നിയമം വളച്ചൊടിച്ചൊരു ജീവനെ രക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അവൻ്റെ മകളെ തിരക്കി ഞാനെന്തിനിറങ്ങി? പൊടുന്നനെ മനം പറഞ്ഞു. താൻ തിരിയുന്നത് അവൻ്റെ മകളെയല്ല, തൻ്റെ മകൻ സ്നേഹിക്കുന്ന പെണ്ണിനെയാണ്. അവൻ തകരാൻ പാടില്ല. അവന് ഞാൻ ഇന്ന് രാവിലെ കൊടുത്ത വാക്ക് അത് പാലിക്കപ്പെടണം, എന്തു വില കൊടുത്തും. SI ചന്ദ്രമോഹൻ ബാച്ചിലറാണ്. ക്വാർട്ടേഴ്സിൽ ഒറ്റയ്ക്ക്. കൂട്ടിന് പാചകം ചെയ്യാനും ഒക്കെയായി ഒരു പയ്യനുണ്ട്, രാജൻ. വിവാഹം ആലോചനയിലുണ്ട്. ഏറെക്കുറെ ഒരു ആലോചന ഉറപ്പിച്ച മട്ടാണ്. നേരത്തെ അന്നെത്തി. പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതിരുന്നതിനാൽ സന്ധ്യയ്ക്ക് മുൻപ് തന്നെ വന്നതും പയ്യനുണ്ടാക്കിയ കാപ്പിയും കഴിച്ച് പത്രവും വായിച്ചിരിക്കുമ്പോൾ കേട്ടു കോളിംഗ് ബെൽ. രാജൻ തന്നെ വാതിൽ തുറന്നിട്ട് വന്നു പറഞ്ഞു. ഒരു പെണ്ണാ സാറേ, കയറിയിരിക്കാൻ പറഞ്ഞു. പെണ്ണോ? ചന്ദ്രമോഹൻ എടുത്തു ചോദിച്ചു. പെണ്ണ്, സുന്ദരി പെണ്ണ്. രാജൻ്റെ ചുണ്ടിൽ പുഞ്ചിരി. സുന്ദരി? ചന്ദ്രമോഹനും ചിരിച്ചു. സ്വീകരണമുറിയിൽ കാലെടുത്തു വെച്ചതും ചന്ദ്രമോഹൻ ഒന്ന് നിന്നു. അതിമനോഹരിയായ പെൺകുട്ടി. അവൾ എണീറ്റു ഭവ്യത കാട്ടി. ഒറ്റ നിമിഷം കൊണ്ടായ രൂപം മനസ്സിൽ പതിഞ്ഞു. തിരിച്ചറിവിൻ്റെ ഒരു നിമിഷം. IV ജോൺ ഫ്രാൻസിസ്. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ മനോഹരിയായ പെണ്ണ്. എന്തൊരു സൗന്ദര്യം!
തേടുന്ന പെണ്ണ് തന്നെ തേടി വന്നിരിക്കുന്നു. അത്ഭുതമായിരിക്കുന്നു. ഇരിക്കൂ, ചന്ദ്രമോഹൻ പറഞ്ഞു. ഐവി ഇരുന്നു. എവിടെ തുടങ്ങണമെന്ന് ചന്ദ്രമോഹന് ഒരു നിമിഷം ചിന്തിച്ചു. കാരണം അത്രയ്ക്കും അപ്രതീക്ഷിതമായിരുന്നു ഈ വരവ്. പോലീസിനെ ഒളിച്ചു നടക്കുമെന്ന് താൻ കരുതിയിരുന്ന പെണ്ണ് പോലീസിനെ തേടി വന്നിരിക്കുന്നു. യു ആർ ഐവി ജോൺ ഫ്രാൻസിസ്? ചന്ദ്രമോഹൻ ചോദിച്ചു. നോ, ഐവി ചെറിയാൻ, ഐവി തിരുത്തി പറഞ്ഞു. ഐവി ചെറിയാൻ? ചന്ദ്രമോഹൻ അമ്പരന്നു. ധൃതിയിൽ അകത്തേക്ക് പോയി. ചന്ദ്രമോഹൻ ജോൺ ഫ്രാൻസിസ് കൊടുത്ത ഫോട്ടോയുമായി എത്തി. അത് അവളെ കാട്ടി. ഈ ഫോട്ടോ നിങ്ങളുടേതല്ലേ? തൻ്റെ ഫോട്ടോ. താൻ ഗിത്താറും വായിച്ച് നിൽക്കുന്നത്, ഒരിക്കൽ ഫ്രിഞ്ചി എടുത്തത്, തൻ്റെ ആൽബത്തിൽ ഒട്ടിച്ചിരിക്കുന്നത്. അതെ, അവൾ സമ്മതിച്ചു. പിന്നെ പേര് മാറ്റി പറഞ്ഞത്? ഈ ഫോട്ടോയിൽ കാണുന്ന ഐവി ജോൺ ഫ്രാൻസിസിനെ കാണാനില്ല എന്നാണ് അറിയിപ്പ്. പത്രത്തിലും ടി വിയിലുമൊക്കെ അതേ പേര് തന്നെ, ഐവി ചെറിയാൻ എന്നായിരുന്നില്ല. ചന്ദ്രമോഹൻ ഗൗരവത്തിലായി. ഫോട്ടോയിലുള്ളത് ഞാൻ തന്നെയാണ് സാർ, പേരതല്ലെന്ന് മാത്രം, അവൾ പതറാതെ പറഞ്ഞു. മനസ്സിലായില്ല. ഞാൻ പേര് മാറ്റി. ഓഹോ, എന്തിന്? എൻ്റെ ഫാദറിൻ്റെ പേര് ഞാൻ കൂട്ടിച്ചേർത്തു, അത്രയേ ഉള്ളൂ. ഫാദറിൻ്റെ പേര്? അതെ. ചെറിയാൻ? അതെ. അപ്പോൾ ജോൺ ഫ്രാൻസിസ് വളർത്തച്ഛൻ? അതെ, എന്നെ എടുത്തു വളർത്തിയതാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകളാണെന്നാണല്ലോ. അല്ല, അത്രയ്ക്ക് സങ്കടം ഞാൻ കണ്ടിരിക്കാം. ഒരു പെണ്ണിനെ സഹോദരിയായോ കാമുകിയായോ ഭാര്യയായോ മകളായോ അമ്മയായോ ഒക്കെ ആർക്ക് വേണമെങ്കിലും കരുതാം. അതിന് ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഏതു തരത്തിലുള്ള ബന്ധത്തിനാണ് അവളുടെ മനസ്സിൽ സ്വാധീനം, അതായിരിക്കും അവൾക്കങ്ങനെ കരുതാനേ കഴിയൂ. എന്നെ അദ്ദേഹത്തിൻ്റെ മകളായി കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് ചെറിയാൻ്റെ മകളായി കഴിയാനാണ്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ സാർ? പ്രശ്നം ഞാൻ അറിഞ്ഞ തരത്തിലല്ലെന്ന് തോന്നുന്നു. നിങ്ങളെ പിടിച്ച് ഏൽപ്പിക്കുകയാണ് എൻ്റെ ചുമതല. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, ഈ പ്രായത്തിൽ എന്തിനായിരുന്നു ഈ ഒളിച്ചോട്ടം? ചന്ദ്രമോഹൻ ഒന്ന് ചിരിച്ചു. ഐവിയും ചിരിച്ചെന്ന് വരുത്തി. ഫ്രിഞ്ചിയും വന്നിരുന്നു. ചന്ദ്രമോഹൻ അവളെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ പൊടുന്നനെ ഒന്ന് നടുങ്ങി, കണ്ണുകൾ തുളുമ്പി. രണ്ടും മറയ്ക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും ചന്ദ്രമോഹൻ കണ്ടുപിടിച്ചു. ഫ്രിഞ്ചിയും നിങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി പിണങ്ങി ഇറങ്ങി. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതല്ലേ സത്യം? അല്ല എന്നിപ്പോൾ തോന്നുന്നു. പറയൂ, എന്താണ് പ്രശ്നം? ഞാൻ സഹായിക്കാം. സാറിൻ്റെ സഹായം പ്രതീക്ഷിച്ചാണ് ഞാനിവിടെ വന്നതും. പത്രത്തിലെ പരസ്യവും ടി വിയിലെ പരസ്യവും ഞാൻ കണ്ടു. ജഡ്ജിയും ഡിവൈഎസ്പിയും എത്തിയിട്ടുണ്ടാകുമെന്നും അറിയാം, ഐവി പറഞ്ഞു. ഓ, ഇവൾ ചില്ലറക്കാരി അല്ലല്ലോ, ചന്ദ്രമോഹൻ ഓർത്തു. വ്യക്തമായ ഉദ്ദേശങ്ങൾ ഉള്ളവൾ. 1.5 ലക്ഷം രൂപ ഏതു ബാങ്കിലിട്ടു? ചന്ദ്രമോഹൻ പതിയെ ചോദിച്ചു. കയ്യിലുണ്ട്, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഇത്രയും രൂപ കൈവശം സൂക്ഷിക്കുകയോ? ഏതെങ്കിലും ബാങ്കിൽ ഞാൻ ആ രൂപയുമായി എത്തിയാൽ പിടിക്കപ്പെടാൻ എളുപ്പമായിരിക്കും എന്ന് കരുതി. ചന്ദ്രമോഹൻ ഉള്ളാലെ അഭിനന്ദിച്ചു. അതിരിക്കട്ടെ, ഇത്രയും അന്വേഷകരുടെ കണ്ണു വെട്ടിച്ച് എവിടെയായിരുന്നു ഒരാഴ്ച? ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. കൂട്ടുകാരി വിശ്വസ്ത. ഹോസ്റ്റൽ പോലുള്ള എല്ലായിടത്തും അന്വേഷണം നടന്നിരിക്കുമല്ലോ. മിടുക്കി, ചന്ദ്രമോഹൻ മനസ്സിൽ പറഞ്ഞു. ഇവിടമായിരുന്നു ലക്ഷ്യം, ഐവി തുടർന്നു. പക്ഷേ ഈ ലക്ഷ്യത്തിലേക്ക് ആദ്യം വന്നാൽ ഞാൻ പെട്ടെന്ന് പിടിക്കപ്പെടുമായിരുന്നു. ഒരാഴ്ച കൊണ്ട് മടുത്ത അന്വേഷണം പോലീസിനെ ഏൽപ്പിച്ച് വിവരവും പ്രതീക്ഷിച്ച് വീട്ടിലിരിക്കുമല്ലോ ഇപ്പോൾ. ഈ അവസരമാണ് ഞാൻ കാത്തതും. വ്യക്തമായ കണക്കുകൂട്ടലും പ്രവർത്തനങ്ങളും. ചന്ദ്രമോഹൻ അവളോട് കൗതുകമായി. സ്റ്റേഷനിൽ വന്ന് സാറിനെ കണ്ടാൽ ഇത്രയും സൗഹൃദവും സാവകാശവും എനിക്ക് പ്രതീക്ഷിക്കാനാവില്ലല്ലോ. ഒരു പക്ഷേ ആ നിമിഷം തന്നെ ഫോൺ ചെയ്ത് ഡിവൈഎസ്പിയെ സാർ വരുത്തിയെന്നും വരും. എനിക്കത് പോരാ, സാറിൻ്റെ സഹായം വേണം. ഒന്നാമത് എന്നെ തിരിച്ചറിഞ്ഞാലും ഇവിടെയുള്ളവർ പിടികൂടരുത്. അഥവാ പിടികൂടിയാലും എന്നെ ഡിവൈഎസ്പിക്ക് കൈമാറരുത്, അപേക്ഷ പോലെ അവൾ പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാറിൻ്റെ സഹായം തേടി വന്നതാണെന്ന്. പോലീസ് പിടികൂടി സ്റ്റേഷനിൽ ഹാജരാക്കുന്നതിനേക്കാൾ നല്ല ഞാൻ തന്നെ ഇവിടെ വന്ന് കാണുന്നതായിരിക്കും എന്ന് കരുതി. കുട്ടി മുൻകൂട്ടി പദ്ധതികളൊക്കെ തയ്യാറാക്കിയാണല്ലേ? നന്നായി. നിയമവശങ്ങളും അറിയാമല്ലേ? ഞാനൊരു ജഡ്ജിയുടെ സഹവാസത്തിലായിരുന്നല്ലോ. ഐവി ചുണ്ടുകടിച്ചു. ഐവി, പക്ഷെ താനീ പറഞ്ഞതൊക്കെ ഞാൻ അക്ഷരം പ്രതി പരിപാലിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഗൗരവത്തിലായിരുന്നു ചോദ്യം. ഉണ്ട്. വൈ? ഞാൻ അന്വേഷിച്ചു. ഇവിടുത്തെ SI ചെറുപ്പക്കാരനാണോ സഹൃദയനാണോ എന്നൊക്കെ. ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആയിരിക്കുകയും ചെയ്തു. ചന്ദ്രമോഹൻ ഉറക്കെ ചിരിച്ചുപോയി. സാർ എന്നെ പിടിച്ചു കൊടുത്തോളൂ, അതിൻ്റെ ക്രെഡിറ്റും വാങ്ങിക്കൊള്ളൂ. ഞാൻ സാറിൻ്റെ മുമ്പിൽ തന്നെ എല്ലാവരും കാണുക സറണ്ടർ ചെയ്തോളാം. പക്ഷേ എനിക്ക് 2-3 ദിവസം കൂടി തരണം സാർ. 2-3 ദിവസം, അവൾ അപേക്ഷിച്ചു.
എന്തിന്? ഒരു സത്യം പുറത്തു കൊണ്ടുവരാൻ. അതിന് സാറിൻ്റെ സഹായവും വേണം. അവളുടെ സ്വരം ദൃഢമായിരുന്നു. സത്യമോ? എന്തു സത്യം? 18 വർഷങ്ങൾക്ക് മുമ്പ് ഈ കോണാട്ടുകരയിൽ ഒരു കൊല നടന്നു. കൊലയോ? യെസ് സർ. അത് ഈ സ്റ്റേഷൻ ഫയലിൽ കാണില്ല. കാരണം ആൾ മരിച്ചിട്ടില്ല. നാടുവിട്ടു പോയി എന്നാണ് ഫയലിൽ. പക്ഷെ കൊന്നു എന്നതാണ് സത്യം. ആരെയാണ് കൊന്നത്? എൻ്റെ അപ്പൻ ചെറിയാനെയാണ് കൊന്നത്. 18 വർഷങ്ങൾക്ക് മുമ്പ്. ഐവി പല്ല് കടിച്ചു. നെഞ്ചിൽ കൈവച്ച് ആവർത്തിച്ചു, എൻ്റെ അപ്പനെ. ഐവിയുടെ അപ്പനെ കൊന്നെന്നോ? ചന്ദ്രമോഹൻ അമ്പരപ്പോടെ ചോദിച്ചു. അതെ, എൻ്റെ അപ്പനെ കൊന്നു. തെല്ലിട നിശബ്ദിയായി നിന്നിട്ടായിരുന്നു മറുപടി. ആര് കൊന്നു? അത് തെളിയിക്കണം. ഇത്തവണയും തെല്ലിട കഴിഞ്ഞായിരുന്നു മറുപടി. 18 വർഷം മുമ്പ് നടന്ന മർഡർ ഇപ്പോൾ തെളിയിക്കണം. ഇതുവരെ കണ്ടിട്ടുകൂടിയില്ലാത്ത എൻ്റെ അപ്പനു വേണ്ടി എനിക്ക് ചെയ്യാനാവുന്നത് ഇതുമാത്രമാണ്. അതിന് അങ്ങനെ സഹായിക്കണം. പിന്നെ ഒരു മർഡർ തെളിയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് സാറിനല്ലേ? ഇത്തവണയും ചന്ദ്രമോഹൻ ഉറക്കെ ചിരിച്ചു. ഐവി, എനിക്ക് ക്രെഡിറ്റുകളും മെഡലും പ്രൊമോഷനും ഒക്കെ വാങ്ങിത്തരാൻ വേണ്ടി മാത്രം വീട്ടിൽ നിന്നും ചാടി പുറപ്പെട്ടതാണെന്ന് തോന്നുന്നല്ലോ. ഐവി ഒന്ന് ചമ്മി. അതല്ല സാർ, ഒളിച്ചോടിപ്പോയെന്ന റൂമർ പരത്തി. ഈ നാട്ടിലുള്ള ഒന്നടങ്കം ആൾക്കാരെയോ അധികാരികളെയോ ഒക്കെ വെട്ടിച്ച് മാന്യത ചമയുന്നവരുടെ യഥാർത്ഥ മുഖം ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കണ്ടേ? അത് സാറാകുമ്പോൾ. ഐവി നിർത്തി. ചന്ദ്രമോഹൻ ഗൗരവത്തിലായി. ഐവിയുടെ അപ്പനെ കൊന്നു എന്ന് ഐവിക്ക് എങ്ങനെ മനസ്സിലായി? അത് അവൾ ആകെ പരിങ്ങലിലായി. അതാണ് സത്യം. അതെനിക്കറിയാം. എങ്ങനെ അറിയാം? അത് പറയൂ. അത് ഞാൻ കണ്ടു. എന്ന് കണ്ടു? ഐവി ആകെ കുഴങ്ങി. ചെറുപ്പത്തിൽ അത് നടന്നപ്പോൾ. എവിടെ വെച്ച്? വീട്ടിൽ വെച്ച്. ഏത് വീട്ടിൽ വെച്ച്? ഇവിടെ തന്നെ, ഈ സ്ഥലത്ത് തന്നെ. ആ പള്ളിയുടെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തെ വഴിയരികിൽ. ഇപ്പോഴവിടെ അപ്പാപ്പനാ താമസിക്കുന്നത്. ആ വീട്ടിൽ വെച്ചായിരുന്നു മർഡർ നടന്നത്. ആരായിരുന്നു കൊന്നത്? അത് കൃത്യമായി എനിക്ക് ഓർമ്മയില്ല. പാൻസ് ഷർട്ടുമിട്ട ഒരാൾ. എൻ്റെ അമ്മയും കൂട്ടുചേർന്നാണ് രാത്രിയിൽ കുത്തിക്കൊന്നു. അമ്മയും കൂട്ടുചേർന്നു. ഓഹോ, അങ്ങനെയാണ് സംഭവമല്ലേ? കൊള്ളാവുന്ന ഒരമ്മ. അതെ, ഐവി ആവേശത്തോടെ പറഞ്ഞു. അമ്മയാണ് അപ്പൻ നാട് വിട്ടുപോയി എന്ന് പറഞ്ഞു വരുത്തിയത്. എങ്കിൽ അപ്പനെ കൊന്നതാണെന്ന് ഐവിക്ക് പറഞ്ഞുകൂടായിരുന്നു എല്ലാവരോടും? ഐവി ചമ്മി. ആ ചമ്മൽ ചന്ദ്രമോഹൻ വ്യക്തമായും അറിഞ്ഞു. എന്താ പറയാതിരുന്നത്? അത് ഞാൻ ഭയന്നിട്ട്. ഐവി കള്ളം പറയുമോ? അത് അങ്ങനെയില്ല. അവൾ വീണ്ടും വിഷമത്തിലായി. ആവശ്യത്തിനൊക്കെ പറയുമല്ലേ? ചന്ദ്രമോഹൻ പറഞ്ഞു. വെളുത്ത നിറം, 5.25 അടി പൊക്കം, മെലിഞ്ഞ ശരീരം, സുന്ദരി, 20 വയസ്സ് പ്രായം. ജഡ്ജി അദ്ദേഹം എന്ന പരാതിയിൽ ഐവിയുടെ വർണ്ണന ഇങ്ങനെ. ഇനിയുമുണ്ട്. അതിവിടെ പറയണ്ടല്ലോ. ആവശ്യമുള്ളത് എടുക്കാം. 20 വയസ്സ് പ്രായം. സംഭവം നടന്നത് 18 വർഷം മുമ്പ്. ഐവിയുടെ പ്രായം എന്ന് 2ഓ അതിലിത്തിരി കൂടുതലോ ആകാം. ശരിക്കു പറഞ്ഞാൽ കൈത്തണ്ടയിൽ എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായം. ഈ ലോകത്ത് നടക്കുന്നത് എന്തൊക്കെ? നല്ലതെന്ത്, ക്രൂരതയെന്ത്, മരണമെന്ത്, ജനനമെന്ത് എന്നൊന്നും അറിയാതെ ഒരല്ലലുമില്ലാതെ ഉറങ്ങുകയും ഉണരുകയും വായ തുറന്ന് വിശപ്പിനുള്ളത് കഴിക്കുകയും മാത്രം ചെയ്യുന്ന പ്രായം. അച്ഛനെന്നും അമ്മ എന്നൊക്കെ വിളിക്കാൻ പഠിച്ചായിരിക്കും കഷ്ടിച്ച്. പറയൂ ഐവി, ഇനിയും പറയൂ. സംഭവം ഐവി കണ്ടതാണോ? അവൾ ആകെ സ്തംഭിച്ചു പോയി. താൻ വാചകമടിച്ചതും കള്ളം പറഞ്ഞതും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതും ഒരു പോലീസ് ഓഫീസറെ ആണെന്ന കാര്യം അവൾ മറന്നുപോയിരുന്നു. സാർ, ഞാൻ കണ്ടതല്ല, യാദൃശ്ചികമായി അറിഞ്ഞതാണ്. ഒരാഴ്ച മുൻപ്. ഐവി അറിയാതെ പറഞ്ഞുപോയി. ഒളിച്ചോട്ടത്തിൻ്റെ കാരണം ഇപ്പോൾ പിടികിട്ടി. കുറ്റാന്വേഷണ സിനിമകൾ കാണാറുണ്ടല്ലേ? ഐവി മിണ്ടിയില്ല. ക്രൈം ത്രില്ലറുകൾ നിറഞ്ഞ നോവലുകൾ, ഇംഗ്ലീഷ് സിനിമകൾ. വെറുതെ ഇരുന്ന് വീഡിയോയും കണ്ട് പണിയൊന്നും ചെയ്യാനില്ലാതെ ബോറടിക്കുമ്പോൾ പണക്കാരി പെമ്പിള്ളേരിൽ ചിലർക്ക് ചില രോഗങ്ങൾ തോന്നാം. ഐവിക്ക് തോന്നിയതിങ്ങനെ. സാർ, ഐവിക്ക് സങ്കടം വന്നു. അവൾ വിഷമത്തോടെ പറഞ്ഞു. ഞാൻ അത്തരം ഒരു രോഗിയല്ല സാർ. ഒരനാഥ. പണമുള്ള ഒരാളുടെ ഔദാര്യം കൊണ്ട് ഇത്രയും നാൾ വളർന്നു. സ്വന്തം അപ്പൻ്റെ ക്രൂരമായ കൊലപാതകം അറിയുമ്പോൾ ആർക്കായാലും വിഷമം തോന്നൂലേ? പ്രത്യേകിച്ച് ഞാൻ ഒരേ ഒരു കുട്ടിയായിരിക്കെ തോന്നാം. പക്ഷേ ഒന്നുണ്ട്, ഈ കുറ്റാന്വേഷണം സോഫ്റ്റായ ഒന്നല്ല എന്നറിഞ്ഞാൽ കൊള്ളാം. അവളുടെ മുഖത്ത് ഒരു ദൃഢനിശ്ചയമാണ് സ്ഫുരിച്ചത്. ഐവിയുടെ അമ്മ എവിടെ? അമ്മയും മരിച്ചു. അപ്പോഴാണ് ജഡ്ജി അദ്ദേഹം ഏറ്റെടുത്തതല്ലേ? ആ, ഐവി പല്ലുകൾ കടിച്ചു. നന്നായി സ്നേഹിച്ച് ലാളിച്ച്. ഐവിക്ക് ആകെ അസഹ്യതയായി. എന്നിട്ടും എന്നോ മരിച്ച സ്വന്തം പിതാവിന് വേണ്ടി അദ്ദേഹത്തെ വേദനിപ്പിച്ചതും വിഷമിപ്പിച്ചതും അദ്ദേഹം സമ്പാദിച്ച 1.5 ലക്ഷം രൂപയും കൊണ്ട് കടന്നു കളഞ്ഞതും ശരിയാണോ? ചന്ദ്രമോഹൻ ചോദിച്ചു. സർ, ഞാൻ ബോധവും വിവരവുമില്ലാത്ത ഒരെടുത്തുചാട്ടക്കാരിയല്ല.
ബന്ധങ്ങളും കടപ്പാടും മറന്നിട്ടുമില്ല. സ്നേഹിച്ചതും ലാളിച്ചതുമൊക്കെ ഒരുപാട് അധികമായിട്ടേ തോന്നിയിട്ടുള്ളൂ താനും. എന്നാലും എനിക്കിതൊക്കെ ചെയ്യാതെ വയ്യ. നന്നായി ആലോചിച്ചിട്ട് തന്നെ എടുത്ത തീരുമാനം. പണമെടുത്തതിനും ലക്ഷ്യമുണ്ട്. കണക്ക് കൃത്യമായി ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യും. എനിക്കറിയേണ്ടത് സാർ എന്നെ സഹായിക്കുമോ എന്നാണ്. സഹായം എങ്ങനെയാണ്? 2 ദിവസത്തേക്ക് എന്നെ ഫ്രീയായി വിടുമോന്ന്? നോവൽ നാളെ വീണ്ടും തുടരും.